നീ ആരാ? സത്യം പറ, നീ ആരാ? Hey guys. Hello guys. ഹായ് നീഹാര. ഹായ് സർ. ഹലോ ദക്ഷകുട്ട. ഹായ് മാം. സുഖമായിരിക്കുന്നോ? യെസ് മാം. എന്തൊക്കെ ഉപദ്രവിച്ചോള് ഒന്നും ചെയ്തില്ല. ഉണ്ട് കേട്ടോ, നല്ലോണം കിട്ടിയുണ്ടോ? എന്തോ ഒരു കുഴപ്പം എന്ന് പറഞ്ഞതില്. ഇല്ല, അവനാണ് ഇങ്ങനെ ഓരോരോ പറയുമ്പോ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നെ. കയ്യില് രോമൊക്കെ ഉണ്ടോ ദക്ഷന്? അല്ല ദക്ഷ ഫുൾക്കയ്യാ. അല്ല ദക്ഷ ഇമിറ്റേറ്റ് ചെയ്തോന്ന് പറഞ്ഞു. കാണിച്ചേ. എന്നെ ഇമിറ്റേറ്റ് Imitate ചെയ്തോ? പറയുമ്പോ അത് തന്നെ അതെങ്ങനെയാ? എങ്ങനെയാ അത്? ഒന്ന് കാണിക്കോ? അവളെല്ലാരും ചെയ്യാ പറയുമ്പോ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാ? അതെന്നെയാണ് ഇപ്പൊ കാണിച്ചേ. അതാണ് ഇപ്പൊ കാണിച്ചത്. അതെ, മുന്നേ അവിടെ വെച്ചിട്ട് നിന്നപ്പോ അതിന്റെ മുന്നേ അവിടെ വെച്ച് നിന്നപ്പോ ഓ, പറയുന്ന പോലെ തന്നെ പറയുന്നു. എന്തായാലും പ്രാക്ടീസിന്റെ സമയം നല്ല ഗംഭീരായിരുന്നു എന്ന് ഒരു സംശയം. അതെ അതെ, അത് മനസ്സിലായി. നിങ്ങളുടെ വരവ് കണ്ടപ്പോ മനസ്സിലായി. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നോ തക്ഷൂടാ, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്ത് പറയുന്നത് നിഹാര? സന്തോഷം ഇവിടെ വീണ്ടും ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുന്നതിനും പിന്നെ സാറിന്റെ മുന്നിൽ നിന്ന് പാടാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആ സീസണിൽ ഉണ്ടായില്ലല്ലോ അല്ലേ? ഞാനും അപ്പൊ അത് സബാഷ്. ഓക്കെ, Thank you, sir. മരം കയറലൊക്കെ ഉണ്ടോ ഇപ്പൊ? മരത്തിന്റെ മേളിലിരുന്നാട്ടോ പാട്ട് പഠിക്കാ. അതൊക്കെ കേറണ്ടേ ചേട്ടാ? എന്താ ഇത്? അല്ലല്ല, അതങ്ങനെ വെറുതെ ഹോബിക്ക് കയറിക്കുന്നല്ല. അവക്ക് പാട്ട് പഠിക്കണമെങ്കിൽ പേരും മരത്തിന്റെ മുകളിൽ കയറണോ? ഉയരം കൂടുന്തോറും ചായക്ക് രുചി കയറും പറയണ പോലെ അതുപോലെ ഉയരത്തിൽ നിന്ന് പഠിച്ച. അതെ, നിഹാര നന്നായിട്ട് മിമിക്കരുത്. നമ്മുടെ മീനുട്ടനെ ഒന്ന് കാണിച്ചേ. അതൊക്കെ ഓൾറെഡി കൊറേ അല്ല, കാണിച്ചതാ. ഞാൻ കാണട്ടെ. ഞാൻ അതാടാ നമ്മുടെ മധു എങ്ങനെ സംസാരിക്കുക? മതങ്ങളും ചെയ്തിട്ടുണ്ട്. മതി സർ. സത്യം പറ, നീ ആരാ? ഇത് പ്ലാൻഡ് അല്ലാത്തോണ്ടാണ്. എല്ലാം ഇവിടെ കൊറേ ചെയ്യും, എല്ലാവരും കൊറേ ചെയ്യും. ദാറ്റ് ഈസ് വെരി നൈസ്. താങ്ക് യു സർ. അവിടെ പിന്നെ ഭഗവത്ഗീതയിലെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ആര്? അയ്യോ, ആരാണ്? എപ്പോഴൊക്കെയാണോ ധർമ്മം പുറകിലേക്ക് പോകുന്നത്, അധർമ്മം മുന്നിലേക്ക് വരുന്നത്, അപ്പോഴൊക്കെ ഞാൻ പ്രത്യക്ഷപ്പെടും. ആര്? MJ sir. ധാർമ്മികൻ. അതാണ്. ധാർമ്മിക, ഏതാണ് പാട്ട്? നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. അത് ഇത്ര ഭയങ്കര ദേഷ്യം എന്താ അതിനകത്ത്? നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായത്. അങ്ങനെയാണോ? കിട്ടിയില്ല. അതിനുശേഷം പിന്നെ ഒറ്റ ഫ്ലോയില് പറഞ്ഞതാ. ഒന്നുകൂടെ. അത് അത്ര റൊമാൻറ്റിക് ആയിട്ട് പറയാ ആ വാക്ക്. ഒന്ന് പറഞ്ഞേ. അങ്ങനെ നീഹാരെ നോക്കിയൊന്ന് പറഞ്ഞേ. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. അയ്യേ, നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. അയ്യേ, ഇങ്ങനെയൊന്നുമല്ല. ആ വികാരത്തിൽ പറയും, കാണിച്ചു കൊടുക്ക്. ആ ഫീൽഡ് പറയും. നീഹാരെന്ന് പറഞ്ഞ റൊമാൻറ്റിക് ആയിട്ടൊന്ന് പറഞ്ഞു. ആ, നീ എന്റെ പട്ടിൽ ശ്രീരാഗമായി. നീ അയ്യേ, എന്റെ പാട്ടിൽ ശ്രീരാഗമായി. ഇതാണ് ന്യൂസ് വായിക്കണ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ഇച്ചിരി പതുക്കെയൊക്കെ. ഫീൽ വേണം, ഫീൽ. ആ, നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. ലക്ഷ്കൂടാ, സീക്രട്ട് പറഞ്ഞുതരാം. ഇത് പഠിക്കാൻ ബെസ്റ്റ് ആള് ഇപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് കണ്ട് പഠിച്ചാൽ മതി. എന്നെ അല്ല, ആര്യ ചേച്ചിയോ? എന്നെ അല്ല, മധു ചേട്ടനെയാണ്. അപ്പൊ അത് എന്നെ പഠിപ്പിച്ചെന്ന ചേട്ടനാണേ. അപ്പൊ പോരട്ടെ ഡീറ്റെയിൽസ്. സിനിമ നക്ഷത്ര താരാട്ട്. വർഷം 1998. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. മ്യൂസിക് മോഹൻ സിതാര സർ. പാടിയത് യേശുദാസ് സാറും സുജാത മാമും. ഓക്കെ. കഴിഞ്ഞു. എത്ര പെട്ടെന്ന് കഴിഞ്ഞത്. അതെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പഠിക്കാം. Thank you, ma'am. All the best. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി.
ശ്രീരാഗമായി മാറോടു ചേരും മൺവീണയായി. തൊടുമ്പോൾ തുടിക്കും പൊൻപൂവേ നീ എൻ സ്വന്തം. വിതുമ്പും മനസ്സിൽ നീ പോത്താലേ ജന്മം ധന്യം. ആദ്യമായി കണ്ട നിൻ ആർദ്രമാം പുഞ്ചിരി കൊതിയോടെന്നും എന്നുള്ളിൽ നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി മാറോട് ചേരും മൺവീണയായി. ഇരുട്ടിൽ കൊളുത്തും പൊൻപൂവേ നിൻ സ്നേഹം മാത്രം. ഉഷസ്സിൽ തുളുമ്പും ഭൂപാളം നിൻ പുണ്യം മാത്രം. പൂമുളം ചില്ലയിൽ പൂനിലാ പക്ഷി പോൽ മൊഴി തേടുന്നു എന്നുള്ളിൽ മൗനം. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി മാറോട് ചേരും മൺവീണയായി. താനേ തുളുമ്പും താരാട്ട് പോലെ സ്നേഹാർദ്രമാകും തൂമഞ്ഞ പോലെ നീ വാ എൻ ചാരേ. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി മാറോട് ചേരും മൺവീണയായി. നൈസ് നൈസ് താങ്ക് യു സർ. കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല, കാരണം ഇന്ന് അത്ര സുഖമായിട്ടുള്ള ഒരു ദിവസം അല്ലായിരുന്നു നമ്മുടെ ദക്ഷക്കുട്ടന്. ആ. അത് ഓരോ ദിവസം പോലെ ഇരിക്കും, ഓരോ സമയം പോലെ ഇരിക്കും. മനസ്സിലായി സർ. അടുത്ത തവണ നന്നായിട്ട് വന്നാൽ മതി. ഓക്കെ, Yes, okay, ശ്രമിച്ചാൽ മതി. ഓക്കെ, നീഹാരക്കുട്ടി അല്ലേക്ക് താങ്ക് യു സർ. ഇന്ന് കുറച്ച് കുറവാണ് മാർക്ക്. നെക്സ്റ്റ് ടൈം മേക്കപ്പ് ചെയ്യണം. ഇന്നത്തെ കുറവുകളൊക്കെ നികത്തി നല്ല മിടുക്കനായിട്ട് അടുത്താണോ എന്ന് പാടണം. ഓക്കെ, ഓക്കെ സർ. ഇന്ന് കിട്ടിയിരിക്കുന്നത് 95 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. നീ എന്റെ പാട്ടിൽ ശ്രീരാഗം. ലക്ഷ്കുട്ട, ഇത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്, അതുകൊണ്ട് മാർക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്കണം കേട്ടോ. Okay, ചേച്ചി. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ താങ്ക് യു ചേച്ചി. ബൈ. ചേച്ചി. ബൈ ചേച്ചി. ബൈ.